Hello, good morning all. Today's our topic is classification of hotels. Classification of hotels. Okay. As all we know, the accommodation is the important component of tourism industry because it is the basic need for tourists. And the accommodation industry, we can divide it into two types: primary accommodation and secondary accommodation. Primary accommodation include various types of hotels and resorts. In hotels and resorts, the tourists get stay facility, sleeping facility, food and shelter, and all other entertainments. The hotels can classify into different categories. Today, we can discuss classification of hotels. Classifications of hotels. Okay. നമ്മുടെ ഹോട്ടൽ നമ്മളെന്താണെന്ന് കണ്ടിരുന്നു, അതേപോലെ അക്കോമഡേഷൻ ഇൻഡസ്ട്രി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നു. ഓക്കെ, അപ്പം ഈ ഹോട്ടൽസിന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിൽ ഓരോ ക്ലാസിഫിക്കേഷൻസും നമുക്ക് പഠിക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സൈസ്. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സൈസ്, അതായത് ഹോട്ടലിലത്തെ ഗസ്റ്റ് റൂംസിൻ്റെ നമ്പർ അനുസരിച്ച് നമുക്ക് ഹോട്ടൽസിനെ 4 ടൈപ്സിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സൈസ്. നമ്പർ ഓഫ് ഗസ്റ്റ് റൂംസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. അതിൽ 4 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്: സ്മോൾ ഹോട്ടൽ, മീഡിയം ഹോട്ടൽ, ലാർജ് ഹോട്ടൽ ആൻഡ് വെരി ലാർജ് ഹോട്ടൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സൈസിലെ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഹോട്ടൽസ് നോക്കാം, അതായത് സ്മോൾ ഹോട്ടൽസ്. ദ ഹോട്ടൽസ് വിത്ത് 25 റൂംസ് ഓർ ലെസ്. ദ ഹോട്ടൽസ് വിത്ത് 25 റൂംസ് ഓർ ലെസ്. 25 ഗസ്റ്റ് റൂംസോ അതിൽ താഴെ എണ്ണം മാത്രം ഗസ്റ്റ് റൂംസോ ഉള്ള ഹോട്ടൽസാണ് നമ്മൾ സ്മോൾ ഹോട്ടൽസ് എന്ന് പറയുന്നത്. എന്താ ഇപ്പോൾ സ്മോൾ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ? ഹോട്ടൽസ് വിത്ത് 25 റൂംസ് ഓർ ലെസ്. 25 അതിൽ താഴെയോ റൂംസ് വരുന്ന ഹോട്ടൽസിനെയാണ് നമ്മൾ സ്മോൾ ഹോട്ടൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സൈസിലെ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഹോട്ടൽ നമ്മൾ കണ്ടു. ഏതാണ്? സ്മോൾ ഹോട്ടൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഏതാണെന്ന് നോക്കാം. അതാണ് മീഡിയം ഹോട്ടൽ. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സൈസിലെ ഫസ്റ്റ് വൺ സ്മോൾ ഹോട്ടൽ, സെക്കൻഡ് വൺ മീഡിയം ഹോട്ടൽ. ഓക്കെ, അപ്പോൾ മീഡിയം ഹോട്ടൽ മീൻസ് ദ ഹോട്ടൽസ് വിത്ത് 26 to 100 റൂംസ്. ദ ഹോട്ടൽസ് വിത്ത് 26 to 100 റൂംസ്. 26 മുതൽ 100 റൂം വരെ വരുന്ന ഹോട്ടൽസാണ് മീഡിയം ഹോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഹോട്ടലിൽ നമ്പർ ഓഫ് ഗസ്റ്റ് റൂംസ്, ഓരോ ഹോട്ടലിലും കാറ്റഗറി ഓഫ് നമ്പർ ഓഫ് ഗസ്റ്റ് റൂംസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഗസ്റ്റ് റൂംസ് 26 മുതൽ 100 വരെ 100 എണ്ണം വരെ വരുന്ന ഹോട്ടൽ ഗസ്റ്റ് റൂംസ് ഉള്ള ഹോട്ടൽസിനെയാണ് നമ്മൾ മീഡിയം ഹോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സൈസിലെ തേർഡ് ടൈപ്പ് ഓഫ് ഹോട്ടൽ ഏതാണെന്ന് നോക്കാം. അതാണ് ലാർജ് ഹോട്ടൽ. ലാർജ് ഹോട്ടൽ. ഓക്കെ, അപ്പോൾ ലാർജ് ഹോട്ടൽ എന്ന് പറയുമ്പോൾ ദ ഹോട്ടൽസ് വിത്ത് 101 ഗസ്റ്റ് റൂംസ് ടു 300 ഗസ്റ്റ് റൂംസ്. 101 ഗസ്റ്റ് റൂംസ് ടു 300 ഗസ്റ്റ് റൂംസ്. 101 മുതൽ 300 എണ്ണം വരെ ഗസ്റ്റ് റൂംസ് വരുന്ന ഹോട്ടൽസാണ് നമ്മൾ ലാർജ് ഹോട്ടൽസ് എന്ന് പറയുന്നത്. ഓക്കെ, 101 മുതൽ 300 വരെ റൂംസ് വരുന്ന ഹോട്ടൽസിനെയാണ് ലാർജ് ഹോട്ടൽസ് എന്ന് പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സൈസിലെ
ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഹോട്ടൽ, ഫോർത്ത് ടൈപ്പ് ഓഫ് ഹോട്ടലാണ് വെരി ലാർജ് ഹോട്ടൽ. വെരി ലാർജ് ഹോട്ടൽസ്, the hotels with more than 300 guest rooms. The hotels with more than 300 guest rooms are known as very large hotels. 300-ൽ കൂടുതൽ റൂംസ് വരുന്ന ഹോട്ടൽസ് ആണ് വെരി ലാർജ് ഹോട്ടൽസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഹോട്ടൽസിനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഒരു ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സൈസ്. ഓക്കെ, അതായത് ഹോട്ടലിൻ്റെ അകത്തുള്ള ഗസ്റ്റ് റൂംസിനെ ബേസ് ചെയ്തിട്ട് ഗസ്റ്റ് റൂംസിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് ഹോട്ടൽസിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സൈസിൽ 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് 4 ടൈപ്പ് ഓഫ് ഹോട്ടൽസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ സ്മോൾ ഹോട്ടൽസ്, ഹോട്ടൽസ് വിത്ത് 25 റൂംസ് ഓർ ലെസ്. സെക്കൻഡ് വൺ മീഡിയം ഹോട്ടൽ, ഹോട്ടൽസ് വിത്ത് 26 to 100 guest rooms. Third classification, large hotels, hotels with 101 guest rooms to 300 guest rooms. Fourth one, very large hotel, hotels with more than 300 guest rooms. Okay, അപ്പോൾ classification on the basis of size എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ഗസ്റ്റ് റൂംസിന് നമ്പറിനനുസരിച്ചാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൽ 4 ടൈപ്പ് ഹോട്ടൽസ് ആണുള്ളത്: സ്മോൾ ഹോട്ടൽ, മീഡിയം ഹോട്ടൽ, ലാർജ് ഹോട്ടൽ, വെരി ലാർജ് ഹോട്ടൽ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ കിട്ടിയില്ലേ? അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻ, അതായത് ഓരോ ഹോട്ടൽസും ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലേസിനനുസരിച്ച് നമുക്ക് ഹോട്ടൽസിനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഒരു ലൊക്കേഷൻ അനുസരിച്ച്, ഹോട്ടലിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഡൗൺ ടൗൺ ഹോട്ടൽ. ഡൗൺ ടൗൺ ഹോട്ടൽ, ഓക്കെ, ആ പേര് പോലെ തന്നെ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ സിറ്റി. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ സിറ്റി. നമ്മൾ പറയാറുണ്ട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ കണ്ണായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ഹോട്ടൽസാണ് ഈ ഡൗൺ ടൗൺ ഹോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, ഡൗൺ ടൗൺ ഹോട്ടൽ. അപ്പോൾ ഇത് മിക്കവാറും വരുന്നത് ഏതെങ്കിലും കൊമേഴ്ഷ്യൽ ഹബ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സെൻറ്റർ, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് സെൻറ്റർ, അങ്ങനെ എന്തെങ്കിലും ഒരു ബിസി ആയിട്ടുള്ള ഒരു പ്ലേസിൻ്റെ തൊട്ടടുത്ത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ പറയുന്ന ഡൗൺ ടൗൺ ഹോട്ടൽസ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഹോട്ടൽസ് പ്രിഫർ ചെയ്യുന്നത് മിക്കവാറും ബിസിനസ് പീപ്പിൾ ആയിരിക്കും. കാരണം അവരുടെ ബിസിനസ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ അവർ വന്നിരിക്കുന്ന ഒരു ബിസിനസ് ആക്ടിവിറ്റി ഉണ്ടാവും, മീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലയൻസിനെ വിസിറ്റ് ചെയ്യലോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫറൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും അവർ വന്നിട്ടുണ്ടാവുക, ബിസിനസ് പീപ്പിൾ. അപ്പോൾ അവരുടെ ആ ഒരു എന്താണോ അവരുടെ ആക്ടിവിറ്റി, അതിൻ്റെ തൊട്ടടുത്തുള്ള അവർക്ക് ഷോർട്ട് ഡിസ്റ്റൻസിൽ വരുന്ന ഒരു അക്കോമഡേഷൻ ആയിരിക്കും അവർ മിക്കവാറും പ്രിഫർ ചെയ്യുക. ഓക്കെ, അപ്പം ഈ കൂടുതലായിട്ടും ബിസിനസ് ക്ലയൻസ് ആയിരിക്കും ഈ ഡൗൺ ടൗൺ ഹോട്ടൽസ് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു സെൻറ്റർ ഓഫ് ദി സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും ഇവിടുത്തെ റൂം താരിഫ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ട്രാവലേഴ്സിന്, അല്ലെങ്കിൽ സാധാരണ ഒരു ട്രാവലേഴ്സിന് ഇത് അഫോർഡ് ചെയ്യാൻ, ഇവിടുത്തെ താരിഫ് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഡൗൺ ടൗൺ ഹോട്ടൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ദി സിറ്റി ആൻഡ് മോസ്റ്റ്ലി പ്രിഫേർഡ് ബൈ ബിസിനസ് people. Okay, downtown hotel located in the center of the city. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷനിലത്തെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഹോട്ടൽ ഏതാണെന്ന് നോക്കാം. അതാണ് സബർബൻ ഹോട്ടൽസ്. സബർബൻ ഹോട്ടൽസ് മനസ്സിലായോ? അപ്പോൾ ആ പേര് പോലെ തന്നെ, അതായത് സബർബൻ ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഡൗൺ ടൗൺ ഹോട്ടൽ കണ്ടു. ഓക്കെ, ആ ഡൗൺ ടൗൺ ഹോട്ടൽ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ലൊക്കേറ്റഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ സിറ്റിയാണ്. ഓക്കെ, പക്ഷേ ഈ ഡൗൺ ടൗൺ ഹോട്ടൽ എന്ന് പറയുമ്പോൾ പക്ക ടൗണിൻ്റെ അകത്തല്ല, എങ്കിലും ആ ഒരു ടൗണിൻ്റേതായിട്ട് ആ ഒരു സിറ്റിയിൽ നിന്ന് കുറച്ച് മാറി, ഓക്കെ, ഒരു
ഔട്ട്സ്കേർട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കുറച്ച് മാറിയിട്ട് വരുന്ന ഒരു ഏരിയയിലായിരിക്കും, സിറ്റിയുടെ കുറച്ച് അകലെ. എന്നാലും നമുക്ക് സിറ്റിയിലേക്ക് വരാൻ അവിടെ നിന്ന് എളുപ്പമായിട്ട് വരാനും പറ്റും. അങ്ങനെയുള്ള ഒരു ഏരിയയിലാണ് ഈ സബർബൻ ഹോട്ടൽസ് ഉണ്ടാവുക. അപ്പോൾ ആ സിറ്റിയുടേതായിട്ടുള്ള കുറേ തിരക്കും ബഹളങ്ങളൊന്നും അതിൻ്റെ ചുറ്റും ഉണ്ടാവില്ല. ഓക്കെ, എങ്കിലും നമുക്ക് സിറ്റിയിലേക്ക് അല്ലെങ്കിൽ ടൗണിലേക്ക് എത്തിപ്പെടാനും പെട്ടെന്ന് പറ്റും ചെയ്യും. പിന്നെ ഈ സബർബൻ ഹോട്ടൽസിൽ കൂടുതലും ബഡ്ജറ്റ് ട്രാവലേഴ്സ് ആയിരിക്കും വരിക. കാരണം ഡൗൺ ടൗൺ ഹോട്ടലാകുമ്പോൾ കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. പക്ക അത് സിറ്റി സെൻട്രലിലാണ് വർക്ക് ചെയ്യുന്നത്. ബിസിനസ് സെൻറ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊമേഴ്ഷ്യൽ ഹബിൻ്റെയോ ഒക്കെ അടുത്ത് ആയിട്ട് അവരുടെ ആണ് ഡൗൺ ടൗൺ ഹോട്ടൽസ് വരിക. പിന്നെ ഈ സബർബൻ എന്ന് പറയുമ്പോൾ കുറച്ച് സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് എങ്കിൽ കൂടി നമുക്ക് സിറ്റിയിലേക്ക് വരാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ സബർബൻ ഹോട്ടൽസ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അത് ഡൗൺ ടൗൺ ഹോട്ടലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും ഇവരുടെ ആ ഒരു താരിഫ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബഡ്ജറ്റ് ട്രാവലേഴ്സിന് ഇത് ഈസി ആയിട്ട് അഫോർഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ സബർബൻ ഹോട്ടൽസ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിയുടെ ഹോട്ടൽസ് നിയർ ദ ഔട്ട്സ്കേർട്സ് ഓഫ് ദ സിറ്റിയുടെ അടുത്ത് തന്നെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഹോട്ടലാണ് സബർബൻ ഹോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷനിൽ വരുന്ന തേർഡ് കാറ്റഗറി ഓഫ് ഹോട്ടലാണ്, തേർഡ് ടൈപ്പ് ഓഫ് ഹോട്ടലാണ് റിസോർട്ട് ഹോട്ടൽസ്. എന്താണ് റിസോർട്ട് ഹോട്ടൽസ്? അതായത് നമ്മൾ ടൈപ്സ് ഓഫ് അട്രാക്ഷൻ പഠിച്ചപ്പോൾ സെവറൽ ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ടൈപ്പായിരുന്നു നാച്ചുറൽ അട്രാക്ഷൻ. ഓർക്കുന്നുണ്ടോ? അപ്പോൾ നാച്ചുറൽ അട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഹിൽ സ്റ്റേഷൻ, സീ, ബീച്ച്, അല്ലെങ്കിൽ മൗണ്ടൻ ഏരിയ, വാട്ടർഫോൾസ്, ബാക്ക് വാട്ടേഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് നാച്ചുറൽ അട്രാക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിസോർട്ട് ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ ദേ ആർ ലൊക്കേറ്റഡ് അറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് സച്ച് ആസ് ഹിൽ സ്റ്റേഷൻ, ബീച്ച്, ബാക്ക് വാട്ടർ, വാട്ടർഫോൾസ്. ഓക്കെ, ഇങ്ങനെ നാച്ചുറൽ അട്രാക്ഷൻ, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നാച്ചുറൽ അട്രാക്ഷൻസിൻ്റെ ആ ഒരു ഇത് അടുത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന ഹോട്ടൽസിനെയാണ് നമ്മൾ റിസോർട്ട് ഹോട്ടൽസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഈ റിസോർട്ട് ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇതേപോലെ ഗസ്റ്റിന് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടാവും. ഒപ്പം തന്നെ വേരിയസ് എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതായത് റിസോർട്ട് ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ എന്തായാലും നാച്ചുറൽ അട്രാക്ഷൻ്റെ അടുത്താണ്. അപ്പോൾ ഓരോ അട്രാക്ഷനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ഡെസ്റ്റിനേഷനിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. എന്തെങ്കിലും വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഇപ്പോൾ സ്കീയിങ്ങോ അല്ലെങ്കിൽ ബേർഡ് വാച്ചിങ്ങോ, അങ്ങനെ ഓരോ പ്ലേസിനനുസരിച്ച് ഒരുപാട് ആക്ടിവിറ്റീസ് വരും. അപ്പോൾ ഈ റിസോർട്ട് ഹോട്ടൽസ് എന്തായാലും ഈ ഗസ്റ്റിന് വേണ്ടുന്ന ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ റിസോർട്ട് ഹോട്ടൽ എന്ന് പറയുമ്പോൾ ദേ ആർ ലൊക്കേറ്റഡ് അറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ലൈക്ക് ഹിൽ സ്റ്റേഷൻസ്, ബീച്ച്, ബാക്ക് വാട്ടർ എക്സെട്ര. മനസ്സിലായോ? അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷനിൽ നമ്മൾ 3 ടൈപ്പ് ഓഫ് ഹോട്ടൽസ് കണ്ടു: ഡൗൺ ടൗൺ, സബർബൻ, റിസോർട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലെ 4th ടൈപ്പ് ഓഫ് ഹോട്ടൽ, ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷനിലെ 4th ടൈപ്പ് ഓഫ് ഹോട്ടലാണ് എയർപോർട്ട് ഹോട്ടൽ. എയർപോർട്ട് ഹോട്ടൽ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എയർപോർട്ട് ഹോട്ടൽ എന്താണ് അല്ലേ? ഇതേപോലെ തന്നെ എയർപോർട്ടിൻ്റെ അടുത്ത്, എയർപോർട്ടിൻ്റെതായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന എയർപോർട്ടുകളുടെ അടുത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന ഹോട്ടൽസാണ് എയർപോർട്ട് ഹോട്ടൽസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഈ ഹോട്ടൽസ് മിക്കവാറും, അതായത് നമ്മുടെ എയർലൈൻ പാസഞ്ചേഴ്സിനെയോ അല്ലെങ്കിൽ എയർലൈൻ ക്രൂ മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ എയർലൈൻ്റേതായിട്ടുള്ള എന്തെങ്കിലും എയർപോർട്ട് സ്റ്റാഫിനെയോ ഒക്കെ ആയിരിക്കും മെയിനായിട്ട് കാറ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ പാസഞ്ചേഴ്സ് ആണെങ്കിലും എന്തെങ്കിലും അവരുടെ സ്റ്റോപ്പ് ഓവർ വന്നിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ അവർക്ക് ട്രാൻസിറ്റ് പോയിന്റ് ആവാം, ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഫ്ലൈറ്റ് ക്യാൻസലാവോ അല്ലെങ്കിൽ മിസ്സാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സിറ്റുവേഷനിൽ പാസഞ്ചേഴ്സിനും എന്തായാലും ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റി ആവശ്യം വരും. അതേപോലെ തന്നെ എയർലൈൻ ക്രൂ മെമ്പേഴ്സിനും അവരുടെ നെക്സ്റ്റ് ഷിഫ്റ്റ് വരെ വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാനോ ഒക്കെ ഹോട്ടൽസ് ആവശ്യം വരും. അതേപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള സ്റ്റാഫ്സിനെ. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ എയർപോർട്ടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനോ എയർ ക്രൂ മെമ്പേഴ്സിൻ്റെ ഒക്കെ ഒരു
അക്കോമഡേഷന് വേണ്ടിയിട്ടാണ് എയർപോർട്ട് ഹോട്ടൽസ് ഉള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഹോട്ടൽസാണ് എയർപോർട്ട് ഹോട്ടൽസ്. ഓക്കെ, അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ലൊക്കേഷനിൽ നമ്മൾ 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ കണ്ടു. 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു. ഇനി നമ്മൾക്ക് 5th ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതാണെന്ന് നോക്കാം. ഓക്കെ, 5th ടൈപ്പ് ഓഫ് ഹോട്ടൽ ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷനിലെ 5th ടൈപ്പ് ഓഫ് ഹോട്ടൽ വരുന്നതാണ് മോട്ടൽ. എന്താണ് മോട്ടൽ? അതായത് മോട്ടോർ ഹോട്ടൽ. ഓക്കെ, മോട്ടോർ ഹോട്ടൽ എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു മോട്ടോർ ഹോട്ടൽ എന്നുള്ള 2 വേർഡ്സ് മെർജ് ചെയ്തിട്ട് വന്ന ഒരു വേർഡാണ് മോട്ടൽ എന്ന് പറയുന്നത്. മോട്ടോർ ഹോട്ടൽ, മോട്ടൽ. ഓക്കെ, അപ്പോൾ മോട്ടൽ എന്ന് പറയുമ്പോൾ ദേ ആർ സിറ്റുവേറ്റഡ് ഓൺ ദ ഹൈവേ സൈഡ്. ഓക്കെ, അതായത് ഹൈവേ ട്രാവലേഴ്സിന് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഹോട്ടൽസാണ് മോട്ടൽസ് എന്ന് പറയുന്നത്. ഹൈവേയുടെ സൈഡിലൊക്കെ ആയിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന ഹോട്ടൽസ് ആയിരിക്കും മോസ്റ്റ്ലി പ്രിഫേർഡ് ബൈ ഹൈവേ ട്രാവലേഴ്സ്. ബിക്കോസ് അതായത് ആ ഒരു മോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ, മോട്ടോർ ഹോട്ടലിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഈ പറയുന്ന ഹൈവേ ട്രാവലേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ അകത്ത് അക്കോമഡേഷൻ ഫെസിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ഫുഡ് ആൻഡ് ബിവറേജിന് ഫെസിലിറ്റി ഉണ്ടാവും. പിന്നെ നമ്മുടെ കാറ് കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാവും. കാറോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വെഹിക്കിൾ എന്ന് വെച്ചാൽ അത് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ റീഫ്യൂവലിംഗ്, പെട്രോൾ ബങ്ക് കാര്യങ്ങളുണ്ടാവും. പിന്നെ എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഗാരേജ് ഫെസിലിറ്റി ഉണ്ടാവും. അപ്പം ഈ മോട്ടോർ ഹോട്ടൽ എന്ന് പറയുന്നത് ഹൈവേ സൈഡുള്ള ഹോട്ടൽസാണ് മോട്ടൽ എന്നാണ് അറിയപ്പെടുന്നത്. മോട്ടോർ ഹോട്ടൽ മെർജ് ചെയ്ത് മോട്ടോറും അതുപോലെ ഹോട്ടൽ എന്നുള്ള 2 വേർഡ്സ് മെർജ് ചെയ്തതാണ് മോട്ടൽ. ഹൈവേ സൈഡിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, മോസ്റ്റ്ലി പ്രിഫേർഡ് ബൈ ഹൈവേ ട്രാവലേഴ്സ്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് വേരിയസ് ഫെസിലിറ്റീസ് സച്ച് ആസ് അക്കോമഡേഷൻ, ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്, ഗാരേജ് ഫെസിലിറ്റി, പാർക്കിംഗ് ഫെസിലിറ്റി, റീഫ്യൂവലിംഗ് ഫെസിലിറ്റി. ഓക്കെ, അപ്പം നമ്മുടെ കേരളത്തിൽ KTDC, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നുള്ള KTDC എന്നുള്ളൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അവർ മോട്ടൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആരാം എന്ന പേരിൽ. ഓക്കെ, ആരാം എന്ന പേരിൽ KTDCയുടെ മോട്ടൽസ് ഉണ്ട്. നമുക്കത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പല ഹൈവേ സൈഡിലും കാണാനായിട്ട് പറ്റും. KTDCയുടെ ആരാം മോട്ടൽ ആരാം. ഓക്കെ, അതൊരു എക്സാമ്പിളാണ് ഈ മോട്ടലിന്. മനസ്സിലായോ? ഹൈവേ സൈഡിലുള്ള ഹോട്ടൽസാണ് മോസ്റ്റ്ലി പ്രിഫേർഡ് ബൈ ഹൈവേ ട്രാവലേഴ്സ്. മോട്ടോർ ഹോട്ടൽ എന്നുള്ള 2 വേർഡ്സ് മെർജ് ചെയ്തതാണ് മോട്ടൽ. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ലൊക്കേഷനിൽ നമ്മൾ ഇതുവരെ ഒരു 5 ടൈപ്പ് ഓഫ് ഹോട്ടൽസ് കണ്ടു. ഇനി 6ാമത്തെ ടൈപ്പ്. ഓക്കെ, 6ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലോട്ടൽ. ഫ്ലോട്ടൽ കേൾക്കുമ്പോൾ തന്നെ രസമുണ്ടല്ലേ? ഫ്ലോട്ടൽ മീൻസ് ഫ്ലോട്ടിംഗ് ഹോട്ടൽസ്. ഫ്ലോട്ടിംഗ് ഹോട്ടൽസ്. Okay, these hotels are float on the surface of water. These hotels are float on the surface of water. അതായത് വെള്ളത്തിൽ കൂടി മൂവ് ചെയ്യുന്ന ഹോട്ടൽസിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ഹോട്ടൽസ് അല്ലെങ്കിൽ ഫ്ലോട്ടൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലോട്ടൽസിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഹൗസ് ബോട്ട്സ്. ആലപ്പുഴയിലും കുമരകത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ഹൗസ് ബോട്ട്സ് അല്ലേ? ഹൗസ് ബോട്ട്സ് ഒരു ടൈപ്പ് ഓഫ് ഹോട്ടൽസ് അല്ലേ? കാരണം ഇതിൻ്റെ അകത്ത് പാസഞ്ചേഴ്സിന് അല്ലെങ്കിൽ ഗസ്റ്റിന് വേണ്ടുന്ന അക്കോമഡേഷനും അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ഫെസിലിറ്റി ഒക്കെ കിട്ടുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ഹൗസ് ബോട്ട് എക്സാമ്പിളാണ്. എന്തിന്? ഫ്ലോട്ടൽസിൻ്റെ ഒരു എക്സാമ്പിളാണ് കേരളത്തിലത്തെ ഹൗസ് ബോട്ട്സ്. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ നമുക്ക് ഷിക്കാരാസ് ഉണ്ട്. ഷിക്കാരാസ് നമ്മളെ കേരളത്തിൽ കെട്ടുവെള്ളം എന്ന് പറയുന്ന പോലെ ജമ്മു കാശ്മീരിൽ ഷിക്കാരാസ് എന്ന് പറയും. അതും ഒരു ഫ്ലോട്ടലിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രൂയിസ് ഷിപ്പുകൾ, ടൂറിസ്റ്റ് പർപ്പസസിന് വേണ്ടിയിട്ടാണ് ക്രൂയിസ് ഷിപ്പുകൾ യൂസ് ചെയ്യുന്നത്. ക്രൂയിസ് ഷിപ്പിൽ നമ്മൾ ഒരുപാട് നാൾ, ചിലപ്പോൾ നമ്മൾ 1 ഡെസ്റ്റിനേഷൻ ടു അനദർ എത്താൻ കുറച്ച് ദിവസങ്ങളെടുക്കും.
അതുപോലെ തന്നെ ആ ഡെസ്റ്റിനേഷൻ എത്തി നമ്മൾ തിരിച്ചു പോകാനും ഒക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിൻ്റെ അകത്ത് ടൂറിസ്റ്റ് കുറേ ദിവസങ്ങളോളം അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ക്രൂസ് ഷിപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറൗണ്ട് ദ വേൾഡ് ട്രിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വൺ ഡെസ്റ്റിനേഷൻ ടു അനദർ ട്രാവൽ ചെയ്യാനോ ഒക്കെ നമ്മൾ ക്രൂസ് ഷിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ടൂറിസം പർപ്പസസിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു ടൈപ്പ് ഓഫ് ഫ്ലോട്ടലാണ്. കാരണം ക്രൂസ് ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട് അതാണ്. നമ്മൾ വീട് വിട്ടു പിന്നെ ക്രൂസ് ഷിപ്പിൽ കയറി പിന്നെ കുറേ ദിവസത്തെ താമസം നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ക്രൂസ് ഷിപ്പിൻ്റെ അകത്താണ്. അപ്പം ക്രൂസ് ഷിപ്പും ഒരു ഫ്ലോട്ടലിന് എക്സാമ്പിളാണ്. ഓക്കെ, ഫ്ലോട്ടിംഗ് ഹോട്ടൽസ്. ദീസ് ഹോട്ടൽസ് ആർ ഫ്ലോട്ട് ഓൺ ദ സർഫസ് ഓഫ് വാട്ടറിൽ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ഹോട്ടൽസാണ് ഫ്ലോട്ടൽസ് എന്ന് പറയുന്നത്. ഹൗസ് ബോട്ട്സ്, ക്രൂസ് ഷിപ്പൊക്കെയാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാറ്റഗറി ഓൺ ദ ബേസ് ഓഫ് ലൊക്കേഷനിലത്തെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഹോട്ടലാണ് റോട്ടൽസ്. ഓക്കെ, these are the hotels rotate on wheels are called rotels. അതായത് നമ്മുടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് വീൽസൊക്കെ യൂസ് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോട്ടൽസിനെയാണ് നമ്മൾ റോട്ടൽസ് എന്ന് പറയുന്നത്. ഓക്കെ, റൊട്ടേറ്റിംഗ് ഓൺ വീൽസ്. ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ കുറേ ലക്ഷറി ടൂറിസ്റ്റ് ട്രെയിൻസ് ഉണ്ട്. ഓക്കെ, ലക്ഷറി ടൂറിസ്റ്റ് ട്രെയിൻസ്, ദേ ആർ ഫുള്ളി എയർ കണ്ടീഷൻഡ്, വെൽ ഫർണിഷ്ഡ്, അറ്റാച്ച്ഡ് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ. അതേപോലെ തന്നെ 5 സ്റ്റാർ ഫെസിലിറ്റി, അതായത് ഹോട്ടലിൻ്റെ അകത്ത് കിട്ടുന്ന 5 സ്റ്റാർ ഫെസിലിറ്റി മൊത്തം ഈ പറയുന്ന ഈ ലക്ഷറി ടൂറിസ്റ്റ് ട്രെയിൻസിൻ്റെ അകത്ത് നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് നമ്മുടെ ഇന്ത്യത്തെ ലക്ഷറി ടൂറിസ്റ്റ് ട്രെയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ പാലസ് ഓൺ വീൽസ് ട്രെയിനുകളുടെ പേരാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ ലക്ഷറി ടൂറിസ്റ്റ് ട്രെയിൻസിൻ്റെ പേരുകളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. പാലസ് ഓൺ വീൽസ്, ഓക്കെ, ഡെക്കാൻ ഒഡിസി, മഹാരാജ എക്സ്പ്രസ്, റോയൽ രാജസ്ഥാൻ, മഹാപരിനിർമാൺ എക്സ്പ്രസ്, ഫെയറി ക്യൂൻ. നമ്മുടെ ഇന്ത്യത്തെ ലക്ഷറി ടൂറിസ്റ്റ് ട്രെയിൻസാണ് ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ. അതായത് ഇതൊക്കെ ട്രെയിനുകളാണ്. പുറത്തുനിന്ന് കണ്ടാൽ നമുക്ക് ട്രെയിൻ, പക്ഷെ ഉള്ളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനാന്ന് പറയേയില്ല. പക്ക ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റിയാണ് അതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, ഇത് ബഡ്ജറ്റ് ട്രാവലേഴ്സിന് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എക്സ്പെൻസീവാണ്, അതിൻ്റെ ഓരോ ടിക്കറ്റും എക്സ്പെൻസീവാണ്. പിന്നെ വൺസ് നമ്മൾ ആ ടിക്കറ്റ് ആ ഒരു ഇതിൻ്റെ അകത്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ടിക്കറ്റ് ഫെയർ ഇൻക്ലൂഡ് ചെയ്യും. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ഫുഡ്, ആൽക്കഹോളിക് ബീവറേജസ്, സൈറ്റ് സീയിങ്, ഓരോ ഡെസ്റ്റിനേഷനത്തെ സൈറ്റ് സീയിങ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ട്രെയിൻ ടിക്കറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോ ടൂറിസ്റ്റ് പാക്കേജ് ബേസ് ചെയ്തിട്ടാണ് ഇത് മെയിനായിട്ട് നമ്മുടെ രാജസ്ഥാൻ, ആഗ്ര, മധുര, ഡൽഹി ആ പ്ലേസുകളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പാലസ് ഓൺ വീൽസ് ട്രാവൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ കർണാടകയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. അവിടത്തെയൊക്കെ ഓരോ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും നമ്മുടെ ഇന്ത്യൻ ടൂറിസം മിനിസ്ട്രിയും തമ്മിലുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറുമായിട്ടാണ് ഈ പറയുന്ന ലക്ഷറി ടൂറിസ്റ്റ് ട്രെയിൻസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം റോട്ടൽസ് എന്ന് വെച്ചാൽ ദ ഹോട്ടൽസ് വിച്ച് റൊട്ടേറ്റ് ഓൺ വീൽസ് ആർ കോൾഡ് റോട്ടൽസ്. The best examples are the luxury tourist trains in India. The name of the tourist trains are Palace on Wheels, Deccan Odyssey, Maharaja Express, Royal Rajasthan, Mahaparinirman Express and Fairy Queen. Okay, അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷനിൽ നമ്മളിപ്പോൾ കുറച്ച് ടൈപ്പ് ഓഫ് ഹോട്ടൽസ് കണ്ടിരുന്നു. ഏതൊക്കെയാണ് നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷനിൽ വരുന്ന ഹോട്ടൽസ്? ഡൗൺ ടൗൺ ഹോട്ടൽസ്, സബർബൻ ഹോട്ടൽസ്, റിസോർട്ട് ഹോട്ടൽ,
എയർപോർട്ട് ഹോട്ടൽ, മോട്ടൽ, ഫ്ലോട്ടൽ, റോട്ടൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പക്ഷേ നമ്മുടെ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോട്ടൽസ് കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ 2 ടൈപ്സ് ക്ലാസിഫിക്കേഷൻ മാത്രമാണ് കണ്ടത് ഓൺ ദ ബേസിസ്